أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ വബഅദ്. അസ്സലാത്തു വസ്സലാമു അലാ നബിയില്ലാ. സ്നേഹബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 29-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 40 വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ ഉണർത്താനാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെയുള്ള സംസാരത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയാണ് സൂചിപ്പിച്ചിരുന്നത്. ഇനി തുടർന്ന് വരുന്ന ഏതാനും വചനങ്ങളിലൂടെ മുൻകാല ദേശക്കാരായ മദീൻകാരെയും ആദിനെയും സമൂദിനെയും അതോടൊപ്പം തന്നെ ഫിർഔനിനെയും അവരിലെ പ്രഗത്ഭരായ ആളുകളുമൊക്കെ അള്ളാഹുവിൻ്റെ ദൈവിക ദൃഷ്ടാന്തങ്ങൾ വന്നപ്പോൾ എപ്രകാരമാണ് അതിനെ അവർ സ്വീകരിച്ചത്, സമീപനം സ്വീകരിച്ചത് എന്നും അക്കാരണത്താൽ അവർക്കുണ്ടായിരുന്ന പരിണിത ഫലം എന്താണ് എന്നുമൊക്കെ വളരെ ഹ്രസ്വമായി കേവലം പ്രസ്താവിച്ച് പരാമർശിച്ചു പോകുന്ന രീതിയിലാണ് തൊട്ടടുത്ത 5 വചനങ്ങൾ കാണാൻ കഴിയുന്നത്. അതിലെ 35-ാമത്തെ വചനം, 36-ാമത്തെ വചനം മദിയൻ ദേശത്തിലേക്ക് അവരുടെ സഹോദരനായ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പറഞ്ഞയച്ചു എന്നുള്ളതാണ്. ഷുഐബ് നബി അവരിലെ ഒരാളായിരുന്നു. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം താൻ അറിയുന്ന, താൻ ജീവിച്ചു വളർന്ന ജനതയോടാണ് പ്രബോധനം ചെയ്തത് എന്നൊക്കെ ആ ആയത്തിലെ പദങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാന്നുള്ളതാണ്. കാരണം അഖാഹും ഷുഐബ എന്ന് പറഞ്ഞത് അവരുടെ സഹോദരൻ, അവരെ നേരത്തെ അറിയുന്ന ആളാണ്, അവരറിയും. മാത്രമല്ല അദ്ദേഹം ഉപദേശിച്ചപ്പോൾ യാ ഖൗമി, എൻ്റെ ജനങ്ങളെ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഈ നിലക്കൊക്കെ അദ്ദേഹം അവരിലെ ഒരു ഏറെ പരിചയമുള്ള ഒരാൾ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാം. പ്രധാനമായും ഷുഐബ് നബി ആ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്, ഏകനായ റബ്ബിനെ ആരാധിക്കുക. അതിനാണ് അഅ്ബുദുല്ലാ എന്ന് പറഞ്ഞത്. 2-ാമത്തെ കാര്യം, ഈ ജീവിതത്തിലെ സകല കാര്യങ്ങളെയും പറ്റി മരണാനന്തരം അള്ളാഹുവിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു രംഗമുണ്ട് എന്ന് പറയുന്ന ആ പരലോക ജീവിതത്തെ ഓർമ്മപ്പെടുത്തി വറുജുൽ യൗമൽ ആഖിർ, നിങ്ങൾ പരലോക നാളിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക. 3-ാമത്തെ കാര്യം, ആ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു കുഴപ്പത്തെ പറ്റിയിട്ട് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരധാർമ്മികതകൾ അല്ലെങ്കിൽ ധാരാളം കുഴപ്പങ്ങൾ അവരാ നാട്ടിലുണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. വളരെ സമ്പന്നമായ ആ ജനത, ആ വിഭാഗം സാമ്പത്തികമായി വലിയൊരു ചൂഷണം, അധപതനം, കൊള്ളകൾ ഇതൊക്കെ അവരിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിനെതിരെ അദ്ദേഹം ശക്തമായി തന്നെ അവരെ ഓർമ്മപ്പെടുത്തി. വലാ തഅസൗ, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ, ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലുള്ള സാമ്പത്തികമായ അധാർമികതകളെ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ടാണ് വചനങ്ങളിൽ പരാമർശിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു ജനതയുടെ ഇസ്സത്തിനെ തന്നെ, അവരുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുന്നതാണ്. അതിന് പാരത്രികമായി ശിക്ഷയുണ്ട് എന്നല്ല, മറിച്ച് അത് ഭൗതികമായി തന്നെ ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ ഈ ഘടനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് ഇവരുടെ ചൂഷണങ്ങൾക്കെതിരെ, ഇവരുടെ കൊള്ളലാഭങ്ങൾക്കെതിരെ, അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഈ അസാൻമാർഗിക സാമ്പത്തിക പ്രവണതകൾക്കെതിരെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് എന്നുള്ളതാണ്. അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുന്ന ഒരു മഹാവഞ്ചന അത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ആളുകളായിരുന്നു ഈ ഷുഐബ് നബിയുടെ ജനത എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ അദ്ദേഹം കാര്യമായി പറയുന്നുണ്ട്, വയാ ഖൗമി ഔഫിൽ മിക്യാൽ, നിങ്ങൾ അളവൊക്കെ പൂർണ്ണമാക്കിയിട്ട് കൊടുക്കണം. വൽ മീസാൻ, നിങ്ങൾ അതിന് തൂക്കം കൃത്യമായിരിക്കണം. ബിൽ ഖിസ്തി, നീതിയോടെ. വലാ തബ്ഖസുന്നാസ് അശ്യാഅഹും, ഒരിക്കലും തന്നെ നിങ്ങൾ ജനങ്ങളുടെ സാധനങ്ങളിൽ നിങ്ങൾ കുറവ് വരുത്താൻ പാടില്ല. അതായത് നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അളവിൽ കൂടുതൽ വാങ്ങുകയും അളന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൽ കുറവ് വരുത്തുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു പ്രവണത, ഈ പരിപാടി ശരിയല്ല കേട്ടോ. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഇത് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണെന്നൊക്കെ അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തിയെന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ അദ്ദേഹം ഉപദേശിച്ചിട്ടും സംഭവിച്ചത് എന്താ? അതാണ് 37-ാമത്തെ വചനത്തിൽ പറയുന്നത്. ഫക്കദ്ദബൂഹു, അവർ അദ്ദേഹത്തിന് കളവാക്കി. ഫക്കദ്ദബൂഹു
അവരെ അദ്ദേഹത്തെ കളവാക്കി കളഞ്ഞു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ അതുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ കുറച്ചും കൂടെയൊക്കെ വിശാലമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഇത്തരം രീതികൾ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, അത് വളരെ മോശമാണ്. അപ്പോൾ തിരിച്ചവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേ ഷുഐബ്, താങ്കളുടെ നിസ്കാരമാണോ ഇങ്ങനെയൊക്കെ ഞങ്ങളെ ഉപദേശിക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത്? ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഞങ്ങൾ ചെയ്യും. അന്നഫി അംബാലിന മനഷ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താക്കെ ഞങ്ങൾ ചെയ്യും. അതാരാ? തിരുത്താൻ, ചോദിക്കാൻ. അത് പാടില്ലെന്ന് പറയാൻ താങ്കൾ ആരാ? എന്നതിലൊക്കെ അവർ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കളവാക്കി എന്നാണ്, പുച്ഛിച്ച് തള്ളി എന്നുള്ളതാണ്. മാത്രമല്ല, താങ്കളുടെ കുടുംബം ഈ നാട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ താങ്കളെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് കല്ലെറിഞ്ഞ് ഓടിക്കുമായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, സ്വാലിഹ് നബിക്ക് സമൂദ് ഗോത്രത്തിനൊക്കെ ബാധിച്ചിട്ടുള്ള അത് അങ്ങനെയുള്ളൊരു ശിക്ഷ നിങ്ങളെ സംബന്ധിച്ച് വലിയ വിദൂരമൊന്നുമല്ല എന്ന രീതിയിൽ അദ്ദേഹം അവിടെ ആ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കളവാക്കിയ ആ ജനസഞ്ചയത്തെ ഫഅഖദതുഹുമുർ-റജ്ഫ, ഒരു പ്രകമ്പനം അവരെ പിടികൂടി എന്നുള്ളതാണ്. ഒരു പ്രകമ്പനം, സ്വൈഹത്ത് എന്നാണ് മറ്റ് അധ്യായങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സൂറത്തുകളിലൊക്കെ അതിനെ പറഞ്ഞിട്ടുള്ളത്. ഒരു വലിയ ഘോര ശബ്ദം അവരെ പിടികൂടി എന്നുള്ളതൊക്കെ. അങ്ങനെ ഫസ്ബഹു, അവരായിത്തീർന്നു ഫിദാരിഹിം ജാസിമീൻ, അവരുടെ വീടുകളിൽ അവർ ചത്ത് കമിഴ്ന്ന് കിടക്കുന്നവരായി. ദാരിഹിം ജാസിമീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചത്ത് കമിഴ്ന്ന് കിടക്കുന്നതിനൊക്കെയാണ് പറയാന്നുള്ളതാണ്. അങ്ങനെ അവർ ആയിത്തീർന്നു എന്നതാണ് പറയുന്നത്. ഇനി 38-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴേ അവിടെ പ്രഗത്ഭരായ രണ്ട് ജനതയുടെ നാശത്തെ പറ്റിയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നൽകിയ ശക്തി കൊണ്ടും സുഖസൗകര്യങ്ങളെ കൊണ്ട് അനുഗ്രഹങ്ങളെ കൊണ്ടൊക്കെ പരിധി വിട്ട് പെരുമാറിയ രണ്ട് ജനത, അതിലൊന്ന് ആദ്, മറ്റൊന്ന് സമൂദ്. അവരെ പറ്റി ഖുർആൻ അങ്ങനെ പലയിടത്തായി പലതവണ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ നിലക്ക് ഇവിടെ അത്ര വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ സംസാരത്തിൽ ഒരു വ്യത്യസ്തത കാണാന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, വഖത്തബയ്യനലക്കും ഫി മിൻ മസാക്കിനിഹിം, നിങ്ങൾക്ക് അവരുടെ പാർപ്പിടങ്ങളിൽ നിന്ന് അത് കൃത്യമായും വ്യക്തമാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ആദും സമൂദും ആരെല്ലാമായിരുന്നു എന്നും മാത്രമല്ല അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ പാർപ്പിടങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കണ്ട് മനസ്സിലാക്കാമെന്നുള്ളതാണ്. ആ ജനതയുടെ നാശത്തിന് ശേഷം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആ അടയാളങ്ങൾ വ്യക്തമായ ദൃഷ്ടാന്തമായി നിലനിൽക്കുന്നു എന്നൊരു വസ്തുത ഈ ആയത്തിൻ്റെ പരാമർശത്തിൽ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹാത്മ്യത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഖുർആൻ അവതരിപ്പിച്ച നാളുകളിൽ മക്കക്കാരായ ആളുകൾ, കച്ചവടക്കാരായ അറബികൾ, അവരെ സംബന്ധിച്ച് ഇന്നത്തേക്കാൾ സുവ്യക്തമായി കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ തന്നെയായിരുന്നു ആദും സമൂദും. അതുകൊണ്ടാണ് നാടുകളിൽ നിന്ന് നിങ്ങൾക്കത് വ്യക്തമാണ് എന്ന രീതിയിലല്ല ഈ വചനത്തിൽ പ്രത്യേകം, അതായത് അതിൻ്റെ ചാരത്തുകൂടെ നിത്യജീവിതത്തിൽ കച്ചവടക്കാരായിട്ട് തങ്ങളുടെ വാഹനപ്പുറത്തും അല്ലാതെയൊക്കെ യാത്ര നടത്തിയ ആളുകളാണ് അറബികൾ. നിങ്ങൾക്ക് അവരുടെ വീടുകളെ കാണുമ്പോൾ തന്നെ വ്യക്തമല്ലേ കാര്യങ്ങൾ എന്നുള്ളൊരു ചോദ്യമാണ് അള്ളാഹുവിടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രസ്താവനയാണ് പറയുന്നത് എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നത്, വസയ്യന ലഹും ശൈത്വാൻ അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ പിശാച് അലങ്കാരമാക്കി കൊടുത്തു. ഫസദ്ദഹും അനിസ്സബീൽ, എന്നിട്ട് വഴിയെ തൊട്ട് യഥാർത്ഥ വഴിയിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുകയും തടുത്ത് കളയുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് പരലോകത്തിന് തൊട്ട് ഇഹലോകത്തിൻ്റെ സുഖലോലുപതകളിൽ ആകൃഷ്ടരായിരുന്നു ആദ് സമൂദുകാർ. പിശാച് മനുഷ്യനെ ഭൗതിക വിഭവങ്ങൾ കാണിച്ച് അതിൻ്റെ അലങ്കാരങ്ങളെ എടുത്ത് കാണിച്ച് അതിലേക്ക് ഇങ്ങനെ ആകർഷിക്കാനുള്ള പണിയെടുക്കും. ഭൗതികതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവന് അതെല്ലാം നല്ലതെന്ന് തോന്നിപ്പിക്കും. അതൊന്നുമില്ലാതെ എന്ത് ജീവിതമാണെന്ന് അയാളുടെ മനസ്സിനെ കൊണ്ട് ഇങ്ങനെ ഇബ്ലീസ് പറയിപ്പിക്കും. അവൻ ചെയ്തു കൂട്ടുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളുമൊക്കെ അത്ര ഗൗരവമായി തോന്നാതെ നിസാരവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു മനോഭാവത്തിലേക്ക് ഈ പാപങ്ങളുടെ കാര്യത്തിലൊക്കെ ആ മനുഷ്യൻ എത്തിച്ചേരും. പിശാചിൻ്റെ ഇത്തരം അലങ്കാര ദുർബോധനങ്ങൾക്ക് വഴിപെട്ടവൻ്റെ കാര്യം പറയാണ്. പതുക്കെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൻ്റെ വഴിവിട്ട് നൈമിഷികമായ ഇഹലോക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായി, ഒരു മനുഷ്യനായി അയാൾ മാറും എന്നുള്ളതാണ്. ഇത് ആ സമൂഹത്തിന് സംഭവിച്ച ഒരബദ്ധം എന്ന നിലക്കല്ല, ഇത് മനുഷ്യർക്ക് എല്ലാവർക്കും പറ്റിപ്പോകുന്ന, എല്ലാ കാലത്തെയും എല്ലാ ജനങ്ങൾക്കും പറ്റിപ്പോകുന്ന അമളിയായിട്ട് അബദ്ധമായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്
ഇവിടെ അള്ളാഹു അത് പ്രത്യേകം എടുത്ത് പരാമർശിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ നിലക്ക് ആദിനും സമൂദിനും എന്താണ് സംഭവിച്ചത്? പൈശാചികമായ പ്രേരണകൾ അവരവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് അല്ലെങ്കിൽ അലങ്കാരങ്ങളായിട്ട് അവർ കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ സഭകാരെ പറ്റി പറയുന്നിടത്ത് ഇതേ രീതി തന്നെ ആവർത്തിക്കുന്നുണ്ട്. അവർക്ക് പിശാച് അലങ്കാരപ്പെടുത്തി ആ പിശാചിൻ്റെ വഴികൾക്ക് ദുർബോധനങ്ങൾക്ക് അവർ വഴിപെട്ടു പോയി. അങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവർ മറന്നുപോയി എന്നുള്ളതാണ്. ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ അതിർവരമ്പുകളും നിയമങ്ങളും ഉപദേശങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ പരലോക ജീവിതത്തിന് വേണ്ടിയാണ് ഒരാൾ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നതെങ്കിൽ അവിടെ കുറച്ച് ക്രമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ അനിവാര്യമായിട്ട് വരും. അപ്പോൾ കുത്തഴിഞ്ഞ ജീവിത ആശ വെക്കുന്നവനെ സംബന്ധിച്ച് ഒരു ബന്ധനങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. അവൻ്റെ ഇഷ്ടത്തിന് അവന് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജീവിത രീതിയാണ് അവരെ പഴപ്പിച്ചത് എന്നാണ്. ആദിനെയും സമൂദിനെയും ഈ ജീവിത രീതിയാണ് പഴപ്പിച്ചത് എന്നാണ് പറയുന്നത് എന്നാണ്. ഇബ്ലീസ് അവരെ വസ്വാസിലാക്കി അവരാ നിലക്ക് അതിന് വഴിപ്പെടുകയും ചെയ്തു. മാത്രമല്ല ആയത്ത് അവസാനിപ്പിക്കുന്നത് വക്കാനോ മുസ്തബ്സിരീൻ, അവരെ കണ്ടുകൊണ്ട്, അങ്ങനെ തന്നെ പറയുന്നത് കണ്ടറിയാവുന്നവരായിരുന്നു അവർ എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ അവരറിയാതെ ഇങ്ങനെ കേവലം എങ്ങനെയോ ഇബ്ലീസിന്റെ വസ്വാസിൽ അകപ്പെട്ട് ജീവിതം നശിച്ചു പോയവരൊന്നല്ല അവര്. മറിച്ച് കൃത്യമായ ബോധവും ധാരണയൊക്കെ അവർക്ക് ആ വിഷയത്തിൽ ഉണ്ടായിട്ട് തന്നെയാണ് അവർ പിശാചിന്റെ ഉറ്റമിത്രങ്ങളായിട്ട് അവർ മാറിയിട്ടുള്ളത്. പിശാച് അവരെ വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാവില്ല അവർക്ക്. മനഃപൂർവ്വം സ്വബോധത്താൽ അവർ പിശാചിന് വഴിപ്പെട്ടവർ തന്നെയാണ് എന്നതാണ്. പിശാച് അവരെ ദുർബോധനം നടത്തി എന്ന തെറ്റിനേക്കാൾ ഗൗരവമുണ്ട് അവരാ പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് അടിമപ്പെട്ടു എന്നുള്ളത് എന്ന ആ ഒരു ഗൗരവത്തെയാണ് ഇവിടെ അവരതിനെ വഴിപ്പെട്ടു എന്ന് പറയാനുള്ള ആ ഗൗരവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വക്കാന മുസ്തബ്സിരീൻ, അവർ കണ്ടറിയാവുന്നവർ തന്നെയായിരുന്നു എന്ന. എങ്ങനെയോ സംഭവിച്ച പാപങ്ങളോ വഴികേടൊന്നല്ല, മനഃപൂർവ്വം അവരതിനെ തിരഞ്ഞെടുത്തതാണ്. ഇബ്ലീസ് അതിന് വേണ്ട എല്ലാ ഒത്താശകളും അവർക്ക് ചെയ്തും കൊടുത്തു. ഇത്രയാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇനി വചനം 39 വരുമ്പോഴേ അള്ളാഹുവിൻ്റെ പ്രവാചകനും അതുപോലെ തന്നെ ആ പ്രവാചകനെതിരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾക്കെതിരെയൊക്കെ അഹങ്കാരം കൊണ്ടും അഹംഭാവം കൊണ്ടും ശക്തമായ എതിരാളികളായി നിലകൊണ്ട മൂന്നാളുകൾ അവരെ പറ്റി പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ഫിറഔനാണ്. ഞാനാണ് റബ്ബ് എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രഖ്യാപിച്ചൊരു മനുഷ്യനാണ്. മൂസന്റെ റബ്ബിനെ കാണാൻ ആകാശത്തേക്ക് ഗോപുരം പണിയണമെന്ന് ഒരു ഗോവണി വെക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. ബനോ ഇസ്രായേലിലെ ആൺകുഞ്ഞുങ്ങൾ അധികാരം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് നഷ്ടപ്പെടാതിരിക്കാൻ കൊന്നുകളയാൻ ആവശ്യപ്പെട്ടവനാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഫിറഔനെ പറ്റി പറഞ്ഞ വാചകത്തിൽ ഫസ്തക്ബറു, അവൻ അഹങ്കരിച്ചു എന്ന് പറഞ്ഞത്. മാത്രമല്ല രണ്ടാമത് ഖാറൂൻ മുതലാളിയാണ്. സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചവനാണ് അവൻ. എൻ്റെ കഴിവും എൻ്റെ മഹത്വവും അധ്വാനക്കാണ് എൻ്റെ സമ്പത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞ് മൂസാ നബിക്കെതിരെ നിലകൊണ്ട ആളാണ് സാക്ഷാൽ ഖാറൂൻ. തീർന്നില്ല, ഫിറഔനിൻ്റെയും ഖാറൂനിൻ്റെയും സാമ്രാജ്യത്തിന് എല്ലാ നിയമോപദേശങ്ങളും നൽകിക്കൊണ്ട് നിലകൊണ്ട ആള്. മൂസാ നബിക്കെതിരെ നീങ്ങാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാത്ത എല്ലാ ഗൂഢകുതന്ത്രങ്ങളുടെയും ഉറവിടമായിരുന്ന ഒരു മനുഷ്യനാണ് മന്ത്രിയായ ഹാമാൻ. ഈ 3 പേരെയും ഫസ്തക്ബറു, സത്യമെന്തെന്നറിഞ്ഞിട്ടും അവരതിനെ നിഷേധിച്ചവരാണ്, അതിനെതിരെ അഹങ്കാരം നടിച്ചവരാണ് എന്ന് വിശേഷണം അള്ളാഹു അവർക്ക് അതുകൊണ്ടാണ് യോജിച്ചത് തന്നെ നൽകിയത് എന്നാണ്. അന്യായമായി അനർഹമായി അഹങ്കരിച്ച ആളുകളെ, ആ ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാമെന്ന് അവർ വിചാരിച്ചിരുന്നു അല്ലേ? പക്ഷേ അവരാണ് തോറ്റുപോയത്. മൂസാ നബിക്ക് മുമ്പിൽ റബ്ബല്ല വലുത് ഞാനാണെന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളത് ബോധ്യപ്പെടുത്താൻ ഒക്കെ പരിശ്രമിച്ച ആളുകളാണവർ. എന്നാൽ അവന് ജയിക്കാനായില്ല. പരാജയം എന്തെന്നുള്ളത് അവരറിയുക തന്നെ ചെയ്തു. വമക്കാനു സാബിഖീൻ എന്ന് അവിടെ ആ വചനം അവസാനിപ്പിച്ചത് അതുകൊണ്ടാണ്. അഹങ്കാരം കാരണം റബ്ബിനെയും റബ്ബിൻ്റെ പ്രവാചകനെയും റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ഒക്കെ അതിജയിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ താനാണ് ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിക്കാനുള്ള റബ്ബുക്കുമുൽ ആഇല എന്നൊക്കെ പ്രഖ്യാപിക്കാനുള്ള പരിശ്രമം നടത്തിയവനാണ് മക്കാനു സാബിഖീൻ. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല, അവർ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് ജഅഹു മൂസ ബിൽ ബയ്യിനാത്ത് എന്ന് പറയുന്നു, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നു എന്ന് ആയത്തിൽ പറയുന്നുണ്ടല്ലോ. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രവാചകനാണ് താൻ എന്ന് ആ ജനതയെയും ഈ പറയപ്പെട്ട ഖാറൂനിനെയും ഫിറഔനിനെയും ഹാമാനെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട് തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് ചെന്നത്. എന്നിട്ടും
അവർ നിഷേധിച്ചു. അത് അവരുടെ അഹങ്കാരമാണ് അതിന് കാരണം. അപ്പോൾ അവർ നിഷേധിക്കാനുള്ള കാരണം ഫസ്തക്ബറു, കിബർ കൊണ്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വചനം 40 വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എല്ലാ ശിക്ഷകളെയും കുറിച്ച് ഒരു കൃത്യമായ അവലോകനം നടത്തുക എന്നുള്ള ഒരു ആശയമാണ്, അല്ലെങ്കിൽ അവലോകനം നടത്തിയിട്ടുള്ള എല്ലാം ഒന്ന് ഒരുമിച്ച് പ്രസ്താവിച്ചിട്ടുള്ളൊരു വചനമായിട്ടാണ് ഈ 40 വചനം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ദൈവിക നിഷേധം പതിവാക്കിയ എല്ലാ ജനതയെയും അള്ളാഹു പിടികൂടിയിട്ടുണ്ട്. ആരെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല. പിടികൂടാനുള്ള കാരണം എന്താ? ആരെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല. ഫക്കുല്ലൻ അഖദ്നാ ബിദംബിഹി, അവരുടെ പാപം കൊണ്ട് നാം അവരെ പിടികൂടി. അപ്പോൾ എല്ലാവരെയും നാം പിടികൂടി. നിഷേധികളായ, ഇങ്ങനെ ഉറഞ്ഞു തുള്ളിയ അഹങ്കാരികളായ, നിഷേധത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ അവർ സംശീകരിച്ചിട്ട് അതിന് പുല്ല് വില കൽപ്പിക്കാതെ ജീവിച്ച ഇവരെ ഫക്കുല്ലൻ അഖദ്നാ, എല്ലാവരെയും നാം പിടികൂടിയെന്ന. കാരണം ബിദംബിഹി, അത് അവരുടെ പാപം കൊണ്ട് മാത്രമായിരുന്നു. ആരെ അള്ള വെറുതെ വിട്ട് കളഞ്ഞിട്ടില്ല. കാരണം, പിടിക്കാനുള്ള കാരണം ബിദംബിഹി, അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അത് അവരുടെ പാപം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി എന്തൊക്കെ ശിക്ഷകളാണ് അവർക്ക് കിട്ടിയത്? അതിങ്ങനെ ചുരുക്കി പറയാണ്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, അവർക്കിടയിൽ ചരൽക്കാറ്റ് വീശിയ ആളുകൾ ഉണ്ടായിരുന്നു. ചരൽക്കാറ്റ് വീശിയിട്ട് അത് ആ നിലക്ക് പിടിക്കപ്പെട്ട ആളുകളുണ്ട്. ഇനിയോ മൻ അഖദതുഹു സ്വൈഹ, ഘോര ശബ്ദം കൊണ്ട് പിടിക്കുക. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, ഭൂമിയിലേക്ക് ആഴ്ത്തിയിട്ട്. വമിൻഹും മൻ അഗ്റഖ്നാ, വെള്ളത്തിൽ മുക്കിയിട്ട്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത, ഫറോവയെയും ജനതയെയും, അതോടൊപ്പം തന്നെ മദിയനുകാരെയും സമൂദുകാരെയും ഘോരശബ്ദം, അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ആഴ്ത്തിയിട്ട് കാറൂനിനെ. ഈ ഒക്കെ കാര്യങ്ങളാണ് അവിടെ അവരൊറ്റ വചനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനെയൊക്കെ അള്ളാഹിൻ്റെ ശിക്ഷയെ, ഗംഭീര്യമായ ശിക്ഷയെപ്പറ്റി, കഠിനമായ ശിക്ഷയെപ്പറ്റി പറയുമ്പോൾ ഇതെല്ലാം അങ്ങനെ അള്ളാഹു അവരോട് കാണിച്ച വലിയൊരു അതിക്രമമായി എന്നൊന്നും ആർക്കും തോന്നേണ്ടതില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല. അതൊരിക്കലും അക്രമമാകുന്നില്ല, മറിച്ച് അവർ സ്വയം നാശത്തിലേക്ക് വന്നതാണ്. അവരക്രമം തങ്ങളോട് ചെയ്ത് ഇത്തരം നാശത്തെ, ഈ തിന്മയെ, ഈ ശിക്ഷയെ അവർ ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ളതാണ്. അവരുടെ ശരീരത്തെ, അവരുടെ ജീവിതത്തെ അവർ ക്രമപ്പെടുത്തിയത് ഈ നാശത്തിന് വേണ്ടി അവർ ഒരുക്കിയതാ. അതുകൊണ്ട് ഒരാൾ ആ തെറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ആ തെറ്റ് മറ്റുള്ളവരോടല്ല, അദ്ദേഹത്തോട് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് എന്നുള്ളതാണ്. ഇസ്ലാം പറയുന്നുണ്ടല്ലോ, ഒരാളുടെ തെറ്റ് അത് അയാളോട് തന്നെ ചെയ്യുന്നതാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ റബ്ബി ഇന്നി ളലംതു നഫ്സി എന്നൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ഉണ്ടായേക്കാം. പക്ഷെ അതിനൊക്കപ്പുറം ആ തെറ്റ് ചെയ്തവൻ, അവനോട് തന്നെയാണ് ഏറ്റവും വലിയ നിഷേധം, അനീതി, അക്രമം കാണിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആന് ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ 41 അധ്യായം സൂറത്ത് ഫുസ്സിലത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി, ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ അതവന് കാണും, അതവനുള്ളതാണ്. വമൻ അസ്സാഅ ഫഅലൈഹ, ആരെങ്കിലുമൊക്കെ തിന്മ ചെയ്താലോ അതും അവനുള്ളതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലങ്ങൾ അവൻ അറിയേണ്ടതുണ്ട്, നന്മ ഫലവും ദോഷഫലവും. അപ്പോൾ അത് അവനാണ് കാരണം. മറബുക്ക വിദൊല്ലാമിൽ അബീദ്, ഒരിക്കലും തൻ്റെ രക്ഷിതാവ് അടിമകളോട് അക്രമം ചെയ്യുന്ന. അപ്പം റബ്ബ് ചെയ്യുന്നത് അക്രമമല്ല, അത് നീതിയോടെയുള്ള പ്രതിഫലം നൽകലാണ് എന്നുള്ളത്. അക്രമം ആരാണോ തെറ്റ് ചെയ്ത് അത് അവനോട് തന്നെ ചെയ്യുന്നതിനെയാണ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്കാണ് വിശുദ്ധ വചനം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അള്ളാഹിൻ്റെ ശിക്ഷകളെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ, അങ്ങനെ പഠിക്കുമ്പോൾ, അതിൻ്റെ അടയാളങ്ങളൊക്കെ അങ്ങനെ കാണുമ്പോൾ കുറച്ചും വല്ലാത്തൊരു അക്രമിയാണ്, എന്തൊരു അക്രമമാണ് അള്ളാഹ് ചെയ്തത് എന്ന് വിചാരിക്കേണ്ടതില്ല. അത് കാര്യം തിരിയാത്തവൻ്റെ ധാരണയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ റബ്ബല്ല അക്രമം ചെയ്തത്, ആ കുറ്റവാളികൾ അവരോട് തന്നെ അക്രമം ചെയ്തതാണ്, ശിക്ഷ അവർ ചോദിച്ചു വാങ്ങിയതാണ് എന്നർത്ഥം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.